ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. മത്തായിയുടെ സുവിശേഷം 12:29 പറയുന്ന ഈ വാക്യം ഞാൻ ഇന്ന് മുഖവരിയായി പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. നമ്മൾ സ്പിരിച്വൽ വേൾഡിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ഒരു സീരീസ് ഓഫ് എപ്പിസോഡിൽ ലൈംഗിക പാപത്തിൽ നിന്ന് ഏത് രീതിയിൽ നമുക്ക് പുറത്തു വരാം എന്ന് സംസാരിച്ചു. അതിൻ്റെ കൂടുതലും അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചും അവിടെ ഈ പൈശാചിക കോട്ടകൾ എങ്ങനെ കെട്ടുന്നു എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞത്. ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ബേസിക്കായിട്ടുള്ളൊരു ചിന്തയാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ബലവാനെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്നു കളയുന്ന ഒരു ചിന്ത, ഇത് യേശുക്രിസ്തു പറഞ്ഞ ഭാഗമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ചിന്തകളാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നത്. യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കുന്നത് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ കണ്ടു. അവിടെ കൂടിയത് ആരാണെന്ന് നമുക്കറിയാമല്ലോ. അവിടെ കൂടിയ അത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കുരുടനും ഊമനുമായ ഭൂതഗ്രസ്തൻ്റെ അടുക്കൽ ചെന്നിട്ട് അവൻ സംസാരിക്കാനായിട്ട് ഇടവന്നപ്പോഴേ പരീശന്മാർ അത് കേട്ടിട്ട് ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസ്ലേബിനെ കൊണ്ട് അല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴവരുടെ നിരൂപണം അറിഞ്ഞതിന് ശേഷം സാത്താനെ പുറത്താക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം യേശു പറയുകയാണ്, ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതും ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കവർന്നു കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീടെ കവർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം ഈ ലോകത്തിലെ ഈ ബലവാന്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്ന് കളയുക എന്നുള്ളതാണ്. എന്തായാലും അവൻ്റെ വീട് കവർച്ച ചെയ്യണം. ഈ ബലവാൻ ആരാണ്? അവൻ്റെ വീട്ടിൽ എന്തൊക്കെയാണുള്ളത്? അവൻ്റെ വീട് ഏത് രീതിയിലാണ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്? അതിനകത്ത് നിന്ന് എന്തൊക്കെയാണ് നമ്മൾ കവർച്ച ചെയ്യേണ്ടത്? അവനെ എങ്ങനെയാണ് പിടിച്ചു കെട്ടുന്നത്? ഇങ്ങനെയുള്ള ചില ചിന്തകളാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ തീരുകയില്ല, 2-3 എപ്പിസോഡ് കൊണ്ട് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കും. ഈ ബലവാൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വേർഷനിലെ സ്ട്രോങ് മാൻസ് ഹൗസ് എന്നാണ്. ഹൗ ക്യാൻ വൺ എൻ്റർ ഇൻ ടു സ്ട്രോങ് മാൻസ് ഹൗസ് ആൻഡ് സ്പോയിൽ ഹിസ് ഗുഡ്സ് except he first bind the strong man, then he will spoil his house. ഈ ബലവാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബലവാൻ എന്നിവിടെ പറയുന്നത് യേശുക്രിസ്തു ഈ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയത് സാത്താനെ കൊണ്ടാണ് എന്ന് പറയുമ്പോഴേ സാത്താനെ പിടിച്ചു കെട്ടിയിട്ട് മാത്രമേ അവൻ്റെ വീട് കവർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ്. ഇനി അവൻ്റെ വീട്ടിലെന്ത് ഇതെല്ലാം നമ്മൾ സംസാരിക്കും. ഈ സ്ട്രോങ് മാൻ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നല്ല മസിലൊക്കെ ഉള്ള, നല്ല ശക്തിയൊക്കെ ഉള്ള, ആരെ കണ്ടാലും അടിച്ചു വീഴ്ത്താൻ കഴിവുള്ള ഒരു മനുഷ്യൻ എന്ന് നമ്മൾ മാനുഷികമായി ചിന്തിക്കാം. എന്നാൽ ഇതൊരു യേശുക്രിസ്തു ഇവിടെ ചെയ്തത് ഈ പൈശാചി ശക്തികളെ ജയിക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്തപ്പോൾ ഈ സ്ട്രോങ് മാൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു മസിൽ മാനായിട്ട് ലോകത്ത് കാണുന്നൊരു മനുഷ്യനല്ല. സാധാരണ നമ്മളൊരു സ്ട്രോങ് മാൻ അവൻ്റെ വീട് സാധാരണ നോക്കുമ്പോഴിങ്ങനെ വലിയ ഗേറ്റ്, വാള്, മതില് എല്ലാം കാണും. ഇതുപോലെ തന്നെ സ്പിരിച്വൽ വേൾഡിൽ ഈ സ്ട്രോങ് മാൻ ആയിട്ടുള്ള പിശാച് അല്ലെങ്കിൽ പിശാചിൻ്റെ കീഴെയുള്ളവരൊക്കെ സ്ട്രോങ് ആണ്. ഫോളൻ ഏഞ്ചൽസ് അല്ലെങ്കിൽ ഡെമൺസ്, നമ്മൾ കുറേ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അറിയാം. മറൈൻ സ്പിരിറ്റ്, റെപ്റ്റൈൽ സ്പിരിറ്റ്, ഇങ്ങനെ ഒരുപാട് സ്പിരിറ്റുകളുണ്ട്. ഇതെല്ലാം ഈ സ്ട്രോങ് മാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പലരും പല ടൈപ്പ് വീടാണെന്ന് മാത്രമേ ഉള്ളൂ. ചില ആളുടെ വീട് ഭയങ്കര മതിലുകളാൽ പ്രൊട്ടക്റ്റ് ചെയ്ത് വലിയ സ്ട്രോങ് ആയിരിക്കും. ചില ആളുകളുടെ വീട് ചെറുതായിരിക്കും. എന്തായാലും ഗേറ്റുകൾ, മതിലുകൾ എല്ലാം ഉള്ളൊരു വീടാണ്. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഗാർഡ് ചെയ്യാണ്. ഗാർഡിങ് ദ ഗുഡ്സ് ഇൻ ഹിസ് ഹൗസ്.
എന്തുകൊണ്ടാണ് ഈ ഗാർഡ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരു വില ഉള്ളതുകൊണ്ടാണ് ഗാർഡ് ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്നതാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും വിലയുള്ള സാധനം എന്താണ്? ഇപ്പം ഏറ്റവും വിലയുള്ള സാധനം നമ്മൾ കാണുന്നത് സ്വർണം പോലുള്ള ഇതൊക്കെയാണ്. ഈ സ്വർണ്ണക്കടകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, രാത്രിയിലും പകലും ഒക്കെ ഗാർഡ് ചെയ്യാനായിട്ട് ആളുകളുണ്ട്. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു സൗണ്ട് പോലും കേൾക്കുമ്പോൾ അത് വരികയും അത് സെൻസിറ്റീവ് ആവുകയും ചെയ്യുന്ന ഉള്ള ഒരു സംഭവം നമുക്കറിയാം. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഗുഡ്സ്, ഈ സ്ട്രോങ് മാൻ്റെ ഭവനത്തിലുള്ള ഗുഡ്സ് ഭയങ്കരമായിട്ട് വാല്യുബിളായിട്ട് പ്രഷ്യസ് ആയതുകൊണ്ട് ഈസി ആയിട്ട് അതവൻ വിട്ടുകൊടുക്കത്തില്ല. വി കനോട്ട് പ്ലണ്ടർ ദ ഹൗസ്. ഇതിനകത്ത് അങ്ങനെ പറയുന്നത്, അവനെ പിടിച്ചു കെട്ടാതെ അവനെ കവർ ചെയ്യാനായിട്ട് പറ്റുകയില്ല. അപ്പോഴേ അവനെ പിടിച്ചു കെട്ടാം എന്ന് യേശു പറയുന്നതിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ സ്ട്രോങ് മാനെ ബന്ധിക്കാനായിട്ട് പറ്റും. അവനെ ബന്ധിച്ചാൽ അവരുടെ കവർച്ച കവർന്നു കളയാം എന്നുള്ളൊരു വേറൊരു മീനിങ് അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്ട്രോങ് മാനെ നമുക്ക് ബന്ധിക്കാനായിട്ട് പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് ആരാണ് ഈ സ്ട്രോങ് മാൻ? ഈ സ്ട്രോങ് മാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുന്നത് ഒരു പിശാചാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്നാൽ അതിനകത്ത് കുറച്ചും കൂടി അതൊരു ഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു രോഗമായിട്ട്, ഇവിടെ ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭൂതഗ്രസ്തനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇറ്റ് ഈസ് എ റൂളിംഗ് ഡെമോണിക് സ്പിരിറ്റ് എന്ന് മാത്രം നമുക്ക് പറയാം. അത്രയാണ് പറയുന്നത്. ഇത് വേറെ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ബൈബിളിലൊരു റെഫറൻസ് ഈ സ്ട്രോങ് മാനെ കുറിച്ച് പറയുമ്പോൾ എഫേസ്യർ 6:12 വാക്യത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് നമ്മൾ തിരിയാണ്. ഞാൻ നേരത്തെ ഇത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നേരത്തെ ആ ബേസിക് കൺസെപ്റ്റ് അല്ലെങ്കിൽ 10 facts ഓഫ് സ്പിരിച്വൽ വേൾഡിൽ നമ്മൾ പറഞ്ഞു. പ്രധാനമായിട്ടുള്ള 4 ഗേറ്റ്സ് ഓഫ് ഡാർക്ക്നെസ്സിനെ കുറിച്ച് പറഞ്ഞു. 4 ഗേറ്റ്സ് ഓഫ് ഡാർക്ക്നെസ്. അത് 1 പ്രിൻസിപ്പാലിറ്റീസ്, 2 പവർ, 3 the rulers of the darkness of this world, 4 spiritual wickedness in the heavenly places. മലയാളത്തിൽ വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതി, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. ഇതൊക്കെ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഫീസസ് ആണ്. പല ഓഫീസുകളുണ്ടല്ലോ. നമ്മൾ ഈ ഓഫീസസ് എന്ന് പറയുമ്പോൾ സഭയിലുള്ള 5 ഓഫീസുകളെ കുറിച്ച് പറയും. ചിലരെ പ്രവാചകന്മാരായിട്ട്, ശുശ്രൂഷന്മാരായിട്ട്, പാസ്റ്റേഴ്സായിട്ട്, ഇടയന്മാരായിട്ട്, ഇങ്ങനെ പല ഓഫീസ് സുവിശേഷന്മാരായിട്ടും ഒക്കെ ഇങ്ങനെ വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ സ്പിരിച്വൽ റലത്തിൽ ഇങ്ങനെ 4 ഓഫീസുകൾ ഏറ്റവും പ്രധാനമായിട്ട് ബൈബിൾ ബേസിസിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ 4 എണ്ണത്തിൻ്റെ ഇൻഡിവിജ്വലായിട്ടോ ഇതൊരു പ്രധാനപ്പെട്ട ഓഫീസാണ് 4 എണ്ണം. ഈ പ്രിൻസിപ്പാലിറ്റീസ്, ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ ഡയമെൻഷൻസിലേക്ക് പോകുന്ന ഒരു കാര്യമുണ്ട്. ഡയമെൻഷൻസിലേക്ക് ചെന്നിട്ട് നമ്മൾ ഈ ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ പല മേഖലകളിലേക്ക്, പല മണ്ഡലങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നിട്ട് ഇതുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുന്ന ഒരു എപ്പിസോഡുകളുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിനെ കൂടുതലായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ്, റൂളേഴ്സ് ഓഫ് ഡാർക്ക്നെസ് ആൻഡ് അന്ധകാരത്തിൻ്റെ ലോകാധിപതി, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. ഈ 4 കാര്യങ്ങളെ എന്താണെന്ന് കുറച്ചുകൂടെ ഞാനത് ചുരുക്കം വേണമെങ്കിൽ ഇപ്പം പെട്ടെന്ന് പറയും. പ്രിൻസിപ്പാലിറ്റീസ് എന്നൊക്കെ പറയുന്നത് ഒരു ദേശാധിപതി എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഒരു കൺട്രി എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലിരിക്കുന്ന ഒരു പവറുള്ള ഒരു സൈറ്റാനിക് റൂളറാണ്. അത്രയും നമ്മളത് ഓർക്കുക. അതിന്
ശക്തി കൊടുക്കുന്ന ആണ് ഈ പവേഴ്സും റൂളേഴ്സും ഒക്കെ. അവർക്ക് ശക്തി കൊടുക്കുന്നതാണ് റൂളേഴ്സ് ഓഫ് ദ ഡാർക്ക്നെസ് ഓഫ് ദ ഏജ്. ഈ ലോകത്തിലെ ദുഷ്ടാത്മസേന എന്ന് പറഞ്ഞാൽ അതും സ്കാറ്റേഡ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലഷിൻ്റെ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനകത്തെല്ലാം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ ലോകത്തിലുള്ള ദുഷ്ടാത്മസേനയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ പറയുന്ന ഈ മറൈൻസ്, നേരത്തെ പറഞ്ഞ നമ്മൾ സംസാരിച്ച ഈ ലസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ സ്പിരിറ്റുകളും എല്ലാം അതാണ്. എന്നാൽ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന എന്ന് പറയുമ്പോഴത്തേക്ക് കുറെ കൂടെ ഒരു ഏഞ്ചലിക്കായിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള കുറേ ഗ്രൂപ്പ് ഓഫ് ഡെമോൺസ് അല്ലെങ്കിൽ ഫോളൻ ഏഞ്ചൽസ് ആണത്. അതിലിങ്ങനെ 4 കാറ്റഗറി ഉണ്ട്. ഇത് മിക്സ്ഡ് ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്താണ്. അത് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഈ 4 പ്രധാനമായിട്ടും ബൈബിൾ പറയുന്ന ഇതിനെയാണ് നമുക്ക് പിടിച്ചു കെട്ടേണ്ടതായിട്ടുള്ള ആവശ്യം. എങ്കിൽ മാത്രമേ നമുക്ക് അത് അവൻ്റെ വീട് കവർച്ച ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇതുമായിട്ട് ചേർന്ന് വേറൊരു വാക്യം കൂടെ വായിക്കാം. അന്നേരം കുറച്ചുകൂടെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ചുകൂടെ ക്ലിയർ ആവും. ലൂക്കോസിനകത്ത് തന്നെ ഇത് പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഇതേ കാര്യം തന്നെ വേറൊരു രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. 11:21-22 അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതിൻ്റെ വേറൊരു വേർഷനാണ് ഈ പറയുന്നത്. അവൻ്റെ വസ്തുവകകൾ ഉറപ്പോടിരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധവർഗം പിടിച്ചു പറിച്ച് അവൻ്റെ കൊള്ള പകുതി ചെയ്യുന്നു. അവനിൽ ബലവാനായവൻ വന്ന് അവനെ ജയിച്ചു. അതിൽ അവൻ ആയുധം ധരിച്ചിരിക്കുകയാണ്, ഫുള്ളി ആംഡാണ്. അതായത് ഈ ആംഡായിട്ടിരിക്കുന്ന ആളിനെ അവനിലും ബലവാനായവൻ വന്നിട്ട് വേണം ജയിക്കാൻ, അല്ലാതെ അവന് കൊടുക്കത്തില്ല. അതുകൊണ്ട് ഈ സ്പിരിച്വൽ വേൾഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ ഗേറ്റ്സ് ഓഫ് ഡാർക്ക്നെസ്, ഓരോ ക്രീച്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആ അന്ധകാരത്തിൻ്റെ ഓരോ ശക്തി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഫോളൻ ഏഞ്ചൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഡെമോണിക്കായിട്ടുള്ള ഒരു സ്പിരിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക്, കാരണം ഇറ്റ് ഈസ് നോട്ട് ഇൻ ദിസ് വേൾഡ്. ഇവിടെ നമ്മൾ ഈ കാണുന്ന പോലെയല്ല, ഇത് അന്ധകാരത്തിൻ്റെ ഒരു സ്പിരിച്വൽ വേൾഡിലോടാണ്. ഈ സ്പിരിച്വൽ വേൾഡിലുള്ളതിനെ നമ്മൾ അവനേക്കായി ബലം പ്രാപിച്ചെങ്കിൽ മാത്രമേ അവൻ ആശ്രയിച്ചിരിക്കുന്ന സർവായുധവർഗം പിടിച്ചിട്ട് കൊള്ള പങ്കിക്കാൻ പറ്റും. അന്നേരം കൊള്ള നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫുള്ളി ആംഡ് ആവണം. അതുപോലെ അവിടെ ഒരു വാർഫെയറും ആവശ്യമാണ്, അവിടെ ഒരു യുദ്ധവും ആവശ്യമാണ്. പെട്ടെന്ന് പോയാൽ നമുക്കിങ്ങനെ പിടിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അതിൻ്റെ സ്പിരിച്വൽ വെപ്പൺസ് നമുക്ക് ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഞാൻ 15 മിനിറ്റ് പറഞ്ഞ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയാം. ഇതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയാൽ മനസ്സിലാകില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത് ഒറ്റ കാര്യമാണ്. ഈ ബലവാനായിട്ടുള്ള മനുഷ്യനെ അവനൊരു വലിയ കോട്ടയ്ക്കകത്ത് അല്ലെങ്കിൽ ഫുള്ളി ആംഡായിട്ട് അവന് അരമനയിൽ ഇരിക്കുകയാണ്. അരമന എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് ഫോർ ദ കിങ് അല്ലേ, ഒരു പാലസിൽ സ്ട്രോങ് മാന് ഒരു പാലസിലിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് പറയുമ്പോൾ ഈ ലോകപരമായിട്ടൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു രാജാവ് ഒരു അരമന ഇരിക്കുന്നത് ഇതിങ്ങനെയല്ല. സ്പിരിച്വൽ വേൾഡിൽ നമ്മളത് കാണണം, നമ്മുടെ അകത്തെ കണ്ണുകൊണ്ട് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഒരു പൈശാചിക ശക്തി ഏതെങ്കിലും ഒരു രൂപം നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഊഹിച്ചോ, ആ പൈശാചിക ശക്തി ഇങ്ങനെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഗേറ്റിൽ അല്ലെങ്കിൽ ഒരു ത്രോണിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവന് ചുറ്റും കുറേ ഡെമൺസ് കാണും, അല്ലെങ്കിൽ അവന് ഫുള്ളി ആംഡാണ്. അവനിൽ നിന്ന് ചില കാര്യങ്ങൾ, അവൻ്റെ കൊള്ളകൾ നമ്മൾ പിടിച്ചെടുക്കണം, എങ്കിലേ അവനെ കെട്ടാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ശക്തി വേണം. ഇതാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് അയച്ചത്. ഇനി എന്ത് ശക്തിയാണ് നമ്മൾ ധരിക്കേണ്ടതെന്ന് നമ്മൾ പറയും. അവൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ സംസാരിക്കും. അവനെ ഏത് രീതിയിലാണ് പിടിച്ചു കെട്ടുന്നത് സംസാരിക്കും. ഇത് ജനറലായിട്ടുള്ള കാര്യമാണ്, പറയുന്ന പ്രിൻസിപ്പിൾസാണ്. ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ പിശാചിനെയും ബന്ധിക്കുവാനായിട്ട് ഓരോ രീതിയിലുള്ള ശുശ്രൂഷകളാണുള്ളത്. ഇത് ഞാൻ പറയാനുള്ള കാര്യം,
നമ്മൾ പ്രാർത്ഥനയിലിരുന്ന് ഒരു പർട്ടിക്കുലർ ടൈം എന്നുവെച്ചാൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ കഴിയുമ്പോഴേ നമ്മൾ സ്പിരിച്വൽ ലാംഗ്വേജ് സംസാരിച്ചിട്ട് വേറൊരു തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒന്ന് ഈ വിഷനായിട്ടോ ഒക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മളൊരു വേറൊരു സ്റ്റേജിലേക്ക് നമ്മളാവും, വേറൊരു തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. എന്ന് വെച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് യാതൊരു ബോധമില്ലല്ലോ, ആ ഒരു രീതിയിൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ തന്നെ ആവും എന്നൊരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ ക്രീച്ചേഴ്സുമായിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നൊരവസ്ഥയാണ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസമാണ്. അത് നമ്മളതുകൊണ്ട് ഈ ലോകത്തിലുള്ള ജനങ്ങളോട് ജനറലി പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവുകയില്ല. അത് കുറച്ച് കുറേ ദൈവസേനയിലിരിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവാസത്തിലിരിക്കുകയും ഇതുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ നമുക്കിത് പ്രാപ്യമാണ് എന്ന് നമ്മൾ മറന്നു പോകാം. അതുകൊണ്ട് പ്രധാനമായിട്ട് ഈ ആയുധം ധരിച്ചിരിക്കുന്ന ഈ സ്പിരിച്വൽ റലത്തിലുള്ള ഈ പ്രിൻസിപ്പാലിറ്റീസിനോടും പവേഴ്സിനോടും ഈ ലോകത്തിലെ അന്ധകാര ശക്തിയോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും നമുക്ക് വലിയൊരു വാറുണ്ട്. അത് ഈ വാറിന് ആണ് ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഈ വാറ് നമ്മൾ നടത്തുന്നത് നമ്മൾ തന്നെയല്ല നടത്തുന്നത്. നമ്മൾ പോയി ഒരു വാളെടുത്ത് വെട്ടുന്നൊരു വാറല്ല. ശരിക്കും ഈ വാറിന് നമ്മളെ എംപവർ ചെയ്യാനായിട്ട് സ്വർഗീയ മണ്ഡലങ്ങളിൽ എംപവർ ചെയ്യുന്നത് സ്പിരിച്വൽ ക്രീച്ചേഴ്സാണ്. അതിനാണ് നമ്മൾ എംപവർ ചെയ്യുന്നത്. അതായത് എങ്ങനെയാണ് ഇത് എംപവർ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. എന്തായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ദൈവം നമ്മളെ ഈ ലോകത്തിൽ സൃഷ്ടിച്ച പർപ്പസ് ഞാൻ പറഞ്ഞു. ആ പർപ്പസിൽ നിന്നുകൊണ്ട് ജീവിക്കുമ്പോഴേ നമ്മൾ ഓരോ ലെവലിൽ നമ്മളെ ക്രിസ്തീയ തലത്തിൽ നമ്മൾ വളരുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ഈ പിശാചിനെ പിടിച്ചു കെട്ടാനായിട്ടുള്ള ഉത്തരവാദിത്വം ഇന്ന് ശിഷ്യന്മാർക്ക് കൊടുത്ത പോലെ നിങ്ങൾക്കും എനിക്കും തന്നിട്ടുണ്ടെന്ന് നമ്മൾ മറന്നുപോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളിലോ കെട്ടുകളിലോ ആയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം ഈ വാർഫെയറിലെ നമ്മുടെ സൈഡിൽ തന്നെയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നമുക്ക് വേണ്ടതായിട്ടുള്ള വെളിപ്പാടുകൾ തരും. ദൈവം നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രൊഫസി തന്നെ നമുക്ക് തരും. നമുക്ക് മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നമ്മളോട് കൂടെ ഇരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുവരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ കർത്താവെ, ഈ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും ഞങ്ങൾ എതിർത്ത് നിൽക്കുവാൻ കർത്താവെ, ആ എഫേസ്യർ 6 പറയുന്ന അത് മാത്രം മതിയോ, ആ സ്പിരിച്വൽ വെപ്പൺസ് മാത്രം മതിയോ, അതിലപ്പുറമായിട്ട് വേണോ, ഞങ്ങളുടെ ജീവിതങ്ങൾ ഏത് രീതിയിലായിരിക്കണം എന്നൊക്കെയുള്ള ഈ ദിവസങ്ങളിൽ വിശകലനം ചെയ്യുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ, പലപ്പോഴും പല കാര്യങ്ങളും ജീവിതത്തിൽ തടഞ്ഞിരിക്കുകയാണ്, പലതും പുറത്തേക്ക് വരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ പലപ്പോഴും ഞങ്ങളെ കാണുന്നല്ലോ. ക്രിസ്തീയ ജീവിതത്തിലെ യേശുക്രിസ്തു മുഖാന്തരം സകലത്തിലും നിങ്ങൾ സമ്പന്നരാണ്. യേശുക്രിസ്തു ദരിദ്രനായി ഞങ്ങളെ സമ്പന്നരാക്കുവാനായി ദരിദ്രനായി എന്ന് നമ്മൾ പറയുമ്പോഴും കർത്താവെ, പല രീതിയിലും ഞങ്ങൾ ഇടുങ്ങിയും ഞെരുങ്ങിയും ഇരിക്കുന്ന അനുഭവങ്ങളെ കാണുന്നല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിലെ കർത്താവെ, ശരിയായിട്ടൊരു ദർശനം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെക്കുറിച്ച് ദർശനം കാഴ്ചപ്പാടുള്ളവരായി ഞങ്ങളുടെ ജീവിതങ്ങളെക്കുറിച്ച് പ്രൊഫസി ചെയ്യുവാനായിട്ട് പ്രവചിക്കുവാനുള്ള കഴിവ് ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ നീ അനുഗ്രഹിക്കണം, സഹായിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ വെളിപ്പാടുകളാൽ നിറയ്ക്കണം. കർത്താവെ, ബലപ്പെടുവാൻ ശക്തിപ്പെടുവാൻ സഹായിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ഇത് നിങ്ങൾ വാച്ച് ചെയ്യുക. തീർമാനമായി ഇത് ഇനിയും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിത് പഠിക്കും. ഇത് ഈ 10-70 എപ്പിസോഡ്, ഇനിയും 10-70 എപ്പിസോഡുണ്ട്. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നല്ലൊരു പൊസിഷൻ, നമ്മുടെ ലെവല് ഓഫ് സ്പിരിച്വൽ ഗ്രോത്തിൽ അല്ലെങ്കിൽ ഈ വാർഫെയറിൽ നമ്മൾ വലിയ അതോറിറ്റിയോട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായും ചിന്തകൾ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നാൽ ഫസ്റ്റ് സൺഡേയിൽ 9:30 ഈവനിങ് 9:30 മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൂടി നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകളേറെയും പ്രാർത്ഥിക്കുകയും അതുപോലെ ദൈവവചനത്തിൽ കേൾക്കാനുള്ള സമയമാണ്. അത് നിങ്ങളെ നമ്പർ തന്നാൽ നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.